ഹായ് ചങ്ങായിമാരെ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നത് മജ്ബൂസ് ആണ്. അപ്പോൾ നാട്ടിലെല്ലാം പറയുകയാണെങ്കിൽ ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറ് കഴിച്ചില്ല, ചിക്കൻ്റെ ഉണ്ടാക്കാം, ബീഫിൻ്റെ ഉണ്ടാക്കാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാനാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറൊരു കാര്യം, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ അമർത്തുക, അതാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ പിന്നെ മജ്ബൂസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 150 മില്ലി സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിച്ചോ. ഒരു 150 മില്ലി സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗീ ഉണ്ടല്ലോ, നെയ്യും കൂടി ഒരു 50 മില്ലി നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം സൂചിപ്പിക്കുക. അപ്പോൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു അപൂർവ രോഗം ബാധിച്ചിട്ട് ഒരു കുട്ടി, മുഹമ്മദ് എന്ന് പറഞ്ഞ, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കമ്മിറ്റി പിരിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 18 കോടി ഉറുപ്പ്യൻ്റെ ഒരു മരുന്നാണ് ഈ കുട്ടിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറും കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കഴിവിൻ്റെ പരമാവധി എത്ര സഹായിക്കാൻ പറ്റും അത്രയും നിങ്ങൾ സഹായിക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പട്ട, അതായത് കറുവപ്പട്ട ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 അല്ലി ഏലക്കായ്, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണ്. ടേസ്റ്റ് കൂടുതൽ, ഇത് സാധനം കൂടിയാൽ ടേസ്റ്റ് ചെറുതൊരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്താൽ മതി, കൂടുതൽ വേണ്ട. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 സ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ്, സാദാ ജീരകം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് പെരുംജീരകം, അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബേ ലീഫ് ഉണ്ടല്ലോ, അതും കൂടി പൊടിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഞാൻ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. ഞാനൊരു 3 സ്പൂണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇതാക്കിയത്, മിക്സിയിൽ ചതച്ചാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനായിട്ടുള്ളൊരു 6 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചച്ചുഴ ഉണ്ടാവില്ല, ആ ചുഴ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇത് നിങ്ങൾ ഈ ഒരു പരുവത്തിലായിരുന്നു, ബ്രൗൺ കളറൊന്നും ആകണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി, ഞാൻ വലിയ ഉള്ളി 4 ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് തേച്ചും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കാം, ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 2 സ്പൂണ് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കറിവേപ്പില, ഉള്ളി ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് എന്തെങ്കിലും ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കന് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിക്കൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചുള്ള ചിക്കനാണ്. അപ്പോൾ അത് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളെന്താക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറും. ഇപ്പോൾ ഉള്ളൊരു കളറല്ല, ഒരു വൈറ്റ് കളറിലേക്ക് ചിക്കന് വരും. അപ്പോൾ ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളറ് മാറും, കുറച്ചൊന്ന് വെന്താൽ. ഈ ഒരു കളറായാൽ
നമുക്കെന്താ കയ്യിലേക്ക് ഒരു 3 സ്പൂണ് പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി. ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു മജ്ബൂസ് മസാലയാണ്. അപ്പോൾ പിന്നെ മജ്ബൂസ് മസാല കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാനിതും കൂടി ഒന്ന് ഒരു 2 സ്പൂണ് അതും ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ 2 മിനിറ്റിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവില്ല, ആ ചുവ ഒന്ന് മാറി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. കുറച്ചൊന്ന് ഒരു ടൈം കഴിഞ്ഞാൽ ഈ ഒരു കളറിലേക്ക് നിങ്ങളാവും. അപ്പോൾ എന്താക്കാം, പിന്നെ ഇതിൻ്റെ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ എരിവ് കാര്യങ്ങൾ നോക്കുക. ഇതിപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഒരു 3 തക്കാളിയാണ് പിന്നെ മുറിച്ചിട്ടുള്ളത്. ആ 3 തക്കാളിയും കൂടി പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില, നേരത്തെ കുറച്ച് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നന്നായിട്ടൊന്ന് പിന്നെ ഇളക്ക് ചെയ്ത്, അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങും, തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങും. അത് ഉപ്പ് നോക്കാൻ മറന്നുകൊണ്ട്, അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ അടിക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഒന്ന് ചിക്കൻ വേകുന്ന വരെ നമുക്ക് പൊത്തി വെക്കാം. പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിയിടാം. അപ്പോൾ നമ്മളെ പിന്നെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ഒരു 3/4 വേവ് പോട്ട് 1/4 വേവ് നമുക്ക് ഇതിൻ്റെ റൈസിൻ്റെ അപ്പുറം തന്നെ പോകും. ഒക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കാരണം ചെറുതായിട്ടൊന്ന് ചില പീസുകൾ ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പിന്നെ ചെറിയ 2 ലെമന്, നാരങ്ങ പിഴിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര്, ഒരു കുറച്ച് 1/2 ഗ്ലാസോളം തൈര് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുകളിലേക്ക് ഒരു മല്ലിയിലയും. അപ്പോൾ നമുക്കിതിന് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അരിയിടാം. ഈ ഒരു പാട്ടുണ്ട്, ഈ ഒരു പാട്ടയിൽ ഞാൻ 2.25 അളവിലാണ് അരി എടുത്തത്. അതായത് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. ബസ്മതി സെല്ല റൈസ് ആയാലും നോർമൽ റൈസ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അരി നിങ്ങൾ എന്താക്കുക, ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെള്ളത്തിൽ പിന്നെ സോക്ക് ചെയ്യാൻ വെക്കുക, കുതിർത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം വെള്ളം വാർത്തിട്ട് അരി മാറ്റിയിട്ടിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 2.25 പാട്ട് അരി എടുത്തത്. 2.25-ന് നേരെ ഡബിൾ, അതായത് 5.5 പാട്ട വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ ചിക്കൻ്റെ ഇനത്ത് ഏകദേശം ഒരു 1.5 പാട്ട 2 പാട്ട വെള്ളം ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ 4.25 പാട്ട വെള്ളമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒരു എന്താ പറയുക, ഒരു പിന്നെ അരി ഇട്ടതിൻ്റെ ഒരു 3/4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് മുകളിലോട്ട് പിന്നെ വെള്ളം ഇതാക്കിയാൽ മതി, ആഡ് ചെയ്താൽ മതി. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ തിള ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. സംഭവം കണ്ട സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്യാം. ഡയറക്റ്റ് കുതിർത്ത അരിയാണ്, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ടുള്ള അരി ഇതിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൊത്തി വെക്കാം. സാധാരണ നിങ്ങൾ നെയ്ച്ചോറ് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതും തിളപ്പിക്കാം. ഓക്കെ, ചങ്ങായിമാർ ഏകദേശം ഒരായിട്ടുണ്ട്. നമുക്കിനി ഇത് ദമ്മിട്ട് കളയാം. അതൊന്ന് തടി ഇളക്കിയിട്ടേ ഇതാ പിന്നെ ഒരു 3/4 ആയിട്ടുണ്ട്. അപ്പോൾ 1/4 എന്തായാലും ദമ്മിലാവും. ഒന്ന് ഫിനിഷിങ് വർക്ക് നടത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പിന്നെ മൂടി വെച്ചിട്ട് കനമുള്ള സാധനം വെക്കാം എന്തെങ്കിലും. ഓക്കെ ഗൈസ്, നമ്മളെ മജ്ബൂസ് നല്ല പൊളപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് മജ്ബൂസ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ചെറിയൊരു പിന്നെ സൈഡിന് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ്. ഇങ്ങനെ പ്ലേറ്റും വെച്ച് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവർക്ക് സെർവ് ചെയ്ത് നോക്കാം.
നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കുട്ടികൾ തന്നെ. എങ്ങനെയുണ്ട് ചോറ്? സൂപ്പർ സൂപ്പർ. അടിപൊളിയാ ശിവു? അടിപൊളിയാ ചോറ്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ബൈ. അടുത്ത വീഡിയോ കാണാം.